ഇതാണ് നമ്മുടെ വണ്ടി. ഇപ്പം നമ്മൾ ഹലോ മച്ചന്മാരെ, കൊച്ചുത്ത് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീട്ടുകാർക്കും സായം കേസ്. മച്ചന്മാർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിഷിങ് കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ തമിഴിനെ കണ്ടപ്പോൾ എല്ലാം മനസ്സിലായി കാണും. അപ്പോൾ ആ ഒരു വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കേസ് നമ്മൾ നേരെ ഇനി പത്തനംതിട്ട വരെ പോവാണേ. അപ്പോൾ അതിന് പത്തനംതിട്ട നമ്മൾ എന്തിനു പോടി വണ്ടി എടുക്കാൻ. അപ്പോൾ നേരെ വിട്ടേക്കാം. അപ്പം നേരെ ഇനി പത്തനംതിട്ടയിലോട്ട് പോകണം. കാരണം നമുക്ക് പത്തനംതിട്ട നമ്മൾ ബസ് കയറിയാണ് നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോകുന്നത്. കാരണം നമുക്ക് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിലും ലൈസൻസ് ഇല്ല. അപ്പോൾ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരണതുകൊണ്ട് നമ്മൾ ബസ് കയറിയാണ് നമ്മൾ അവിടെ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്. പത്തനംതിട്ട ചെന്നിട്ട് ഷോറൂമിൽ പോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നേരെ ഇനി പോയേക്കാം കേസ്. പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോറൂമിലോട്ട് നേരെ പോകാം കേട്ടോ. ഒരു ഓട്ടോയിൽ കയറി നമ്മൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അവളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഷോറൂമിലോട്ട് പോവാണ്. തിരിച്ചു വരുന്നത് നമ്മുടെ വണ്ടിയും കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് ഏത് വണ്ടിയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതപ്പോൾ നമ്മൾ നേരെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. വാ. അപ്പോൾ കിസ് നമ്മൾ നേരെ ഷോറൂമിനകത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിക്കോട്ടെ. അവർ വന്ന ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ഡി ആയിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് പണിയൊക്കെ ആയി, കുറേ വർഷങ്ങളൊക്കെ ആയി. അപ്പം അത് വലിയ രീതിക്ക് ഓടാനൊന്നും പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം വണ്ടി എന്ത് ഏതാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളിനി മെയിനായിട്ട് നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ അത് കുറേ യാത്രകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ദൂരമൊക്കെയാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ വണ്ടി എടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അതെടുക്കാൻ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഏതാണെന്നൊക്കെ കാണിക്കാതെ അധികം വണ്ടികളൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെയും കുറേ വണ്ടി ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ കിടിലിന് ഓഫർ കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിജിത്ത് മച്ചാനാണെങ്കിൽ ഫിഷിങ്ങിന് വേണ്ടി ഒരു വണ്ടി അവൻ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞ വണ്ടി ഇതായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ബിജിത്ത് മച്ചാനോട് പറഞ്ഞേടാ ഫിഷിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഇതേ ഒരു സാധനം അങ്ങ് എടുത്താൽ മതി, അടിപൊളിയാന്നൊക്കെയാണ് അവൻ പറഞ്ഞേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ കുറേയധികം ഫീച്ചർ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇതിലും കാണാനും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ലുക്കുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് ബാക്കിൽ ഇതിൽ നല്ല വീതി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീത്ത് മച്ചാൻ എന്നോട് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഐറ്റം അങ്ങ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ ഇതല്ല എടുക്കുന്നത്, വേറെ സാധനമാണ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇത് റിവീലാക്കുന്നതായിരിക്കും. അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സാധനം ഇതാട്ടോ. It's time to give it back to mommy. Hey, 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 hey. It's a little bit quiet, but never mommy. Hey, 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 hey. It's a little bit quiet, but never mommy. Hey, 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 hey. देखी
അപ്പോൾ നമ്മൾ നേരെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തു. നമ്മൾ നേരെ ഇനി പോകാൻ വേണ്ടി പോകുന്നത് സ്റ്റിക്കർ കട വരെ പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിക്ക് ചെറിയൊരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. കുഞ്ഞിൻ്റെ പേരടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമുക്ക് സ്റ്റിക്കർ കടയിലോട്ട് പോയേക്കാം. ഓക്കെ, വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വന്നേക്കണം. വലുതായിട്ടൊന്നുമില്ല, നമ്മുടെ കുഞ്ഞിൻ്റെ നെയിം ഇതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചിറ്റാറിലാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ചിറ്റാറിലെ സ്റ്റിക്കർ കടയൊക്കെ. അപ്പം നമ്മളിവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പം അണ്ണനിപ്പം പുറത്ത് വരെ പോയേക്കണം. അവർ വന്ന ഉടനെ നമുക്ക് വണ്ടിക്ക് പേരടിക്കുക. നേരെ വണ്ടി വന്ന് പൂജിക്കാനോട് കൊണ്ടുവന്നുണ്ട് കേട്ടോ. കടകത്തോട്ട് കയറും കേട്ടോ. അപ്പൊ എന്താണ് നീ വേണോ ഒരു നടി ഇംഗ്ലീഷ് ആ വന്നിട്ടുണ്ട്. വണ്ടി ഇനി ഒന്ന് പൂജിക്കോടെ വേണം. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ആ പടമുള്ളത് ലഡു മേടിക്കുക. നമ്മുടെ നാട്ടുകാർക്കെല്ലാം ലഡു കൊടുക്കും. ഓക്കെ, ഇനി അതാണ് ബാക്കി പരിപാടി. ഇനി കടകളിൽ പോയിട്ട് കുറച്ച് ലഡു ഒക്കെ മേടിക്കുക. ഇനി നേരെ വീട്ടിലോട്ട് പോവേ. നമ്മൾ മൊത്തത്തിലൊരു 10-60 ലഡു മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ എല്ലാം കൊടുക്കാം. അപ്പോൾ എന്തായാലും കൊടുക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഭയങ്കര രീതിക്ക് വീഡിയോയുടെ ലെന്ത് കൂടും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുക. വീഡിയോസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. കിച്ചുവിനും പപ്പയ്ക്കും കൊടുക്കാം. കാർത്തിനെ കൊടുക്കും. ആ കിച്ചു ചേട്ടനെ കൊണ്ടു കൊടുക്കും. ഉണ്ട് ഉണ്ടോ? മേടിക്കാതെ മറ്റേ മേടിച്ചത് മറ്റേ മേടിക്ക് പപ്പയ്ക്ക് കൊണ്ടു കൊടുക്ക്. ഇവിടെ എന്തായാലും നമ്മൾ ലഡു കൊടുക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് ടയേർഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തുള്ള നാട്ടുകാർക്കൊക്കെ ലഡു കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിനേക്കാളും കിട്ടാനുള്ള വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മാർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ.